ഒരു വീട് 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന നൂറുകണക്കിന് ക്യാമറകൾ, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മൊബൈൽ ഫോണോ വാച്ചോ ഇല്ലാതെ 100 ദിവസം പൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് മനുഷ്യർ. ഇന്ന് ഇന്ത്യയിലൊട്ടാകെ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഈ വിചിത്രമായ ആശയം ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന്? എന്താണ് ഈ ഷോയ്ക്ക് പിന്നിലെ യഥാർത്ഥ സൈക്കോളജി? എങ്ങനെയാണ് നെതർലൻഡ്സിൽ തുടങ്ങിയ ഒരു കൊച്ചു ഷോ ഇന്ത്യയിലെയും മലയാളത്തിലെയും ടെലിവിഷൻ ചരിത്രം തിരുത്തി കുറിച്ചത്? 1997 ഈ കഥ ആരംഭിക്കുന്നത്. നെതർലൻഡ്സിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനും നിർമ്മാതാവുമായ ജോൺ ഡിമോൾ, അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ എൻഡിമോൾ ഷൈൻ എന്നിവർ ചേർന്നാണ് ഈ ആശയം ആദ്യമായി രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ആശയം വന്നത് 1949 എഴുതപ്പെട്ട ഒരു വിഖ്യാത നോവലിൽ നിന്നാണ്. പ്രശസ്ത എഴുത്തുകാരൻ ജോർജ് ഓർവെൽ എഴുതിയ 1984 എന്ന നോവൽ. ആ നോവലിൽ എല്ലാവരെയും എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സർവാധിപതിയായ ഒരു ഭരണാധികാരിയുണ്ട്, ബിഗ് ബ്രദർ. ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന ആ നോവലിലെ ആശയമെടുത്ത് 1999 സെപ്റ്റംബറിൽ നെതർലൻഡ്സിൽ ആദ്യമായി ബിഗ് ബ്രദർ എന്ന പേരിൽ ഒരു റിയാലിറ്റി ഷോ ആരംഭിച്ചു. സദാസമയം ക്യാമറയ്ക്ക് മുന്നിൽ മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്നൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. തുടക്കത്തിൽ ഇതൊരു പരീക്ഷണമായിരുന്നെങ്കിലും വളരെ വേഗം യൂറോപ്പിലൊട്ടാകെ ഇതൊരു വലിയ തരംഗമായി മാറി. എന്താണ് ഈ ഗെയിമിന്റെ യഥാർത്ഥ സൈക്കോളജി? എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഒരു കൂട്ടം അപരിചിതരായ ആളുകളെ പുറം ലോകത്തു നിന്നും പൂർണ്ണമായി ഒറ്റപ്പെടുത്തുന്നു. ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, സമയം അറിയാൻ വാച്ചില്ല, വായിക്കാൻ പുസ്തകങ്ങളോ പത്രങ്ങളോ പോലുമില്ല. ഈ ഒറ്റപ്പെടലും അനിശ്ചിതത്വവും മനുഷ്യരിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. ഈ സമയത്ത് ഓരോ കണ്ടസ്റ്റൻസിന്റെയും യഥാർത്ഥ ക്യാരക്ടർ പുറത്തു വരാൻ ആരംഭിക്കും. ഇതോടെ ഗെയിം കുറെ കൂടെ വാശിയേറിയതായി മാറും. ബിഗ് ബോസ് റിയാലിറ്റി ഷോ വിൻ ചെയ്യുക എന്നത് ഒരു ഈസി ടാസ്ക് അല്ല. ഈ ഗെയിം ജയിക്കാൻ പ്രധാനമായി 3 വഴികളാണ് ഉള്ളത്. ഒന്നാമതായി നോമിനേഷൻ ആൻഡ് സ്ട്രാറ്റജി. എല്ലാ ആഴ്ചയും കൺഫെഷൻ റൂമിൽ വെച്ച് ഓരോ മത്സരാർത്ഥിയും തങ്ങൾക്ക് താല്പര്യമില്ലാത്ത 2 പേരെ രഹസ്യമായി നോമിനേറ്റ് ചെയ്യണം. ഇവിടെ തന്ത്രപരമായ പല നീക്കങ്ങളും ഗ്രൂപ്പുകളും തർക്കങ്ങളും രൂപപ്പെടുന്നു. രണ്ടാമതായി ടാസ്കുകൾ. ശാരീരികവും മാനസികവുമായ ക്ഷമ അളക്കുന്ന ക്യാപ്റ്റൻസി ടാസ്കുകളും ഭക്ഷണവും സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന ലക്ഷറി ബജറ്റ് ടാസ്കുകളും ജയിക്കുക എന്നത് പ്രധാനമാണ്. ലോകമെമ്പാടും വൻ ഹിറ്റായ ഈ ഫോർമാറ്റ് 2006 ഇന്ത്യയിലേക്ക് എത്തുന്നത്. എൻഡിമോൾ ഷൈൻ ഇന്ത്യ ഇത് ഹിന്ദിയിൽ ബിഗ് ബോസ് എന്ന പേരിൽ അവതരിപ്പിച്ചു. ആദ്യ സീസൺ അർഷാദ് വാർസിയാണ് ഹോസ്റ്റ് ചെയ്തത്. 2ാം സീസണിൽ ശില്പ ഷെട്ടിയും 3ാം സീസണിൽ അമിതാഭ് ബച്ചനും എത്തി. എന്നാൽ 4ാം സീസൺ മുതൽ സൽമാൻ ഖാൻ എത്തിയതോടെ ബിഗ് ബോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റേറ്റിംഗ് റെക്കോർഡ് ഷോയായി മാറി. നെതർലൻഡ്സ് കമ്പനിയായ ബാണിജയാണ് ഇന്ത്യയിൽ കളേഴ്സ് TV, ഏഷ്യാനെറ്റ്, വിജയ് TV തുടങ്ങിയ ചാനലുകളുമായി ചേർന്ന് ബിഗ് ബോസ് നിർമ്മിക്കുന്നത്. ഒരു സീസൺ നിർമ്മിക്കാൻ ശരാശരി 50 കോടി മുതൽ 200 കോടി രൂപ വരെ ചെലവഴിക്കുന്നു. ഓരോ പുതിയ സീസണിന്റെയും തീമിനനുസരിച്ച് മാസീവ് ഹൗസ് പണിയാൻ വേണ്ടി മാത്രം 10 മുതൽ 20 കോടി രൂപ വരെ വേണം. ക്യാമറകൾ, പ്രൊഡക്ഷൻ ടീം, സാങ്കേതിക വിദഗ്ധർ, സുരക്ഷ എന്നിവർക്കായി കോടികൾ വേറെയും. എന്നാൽ പ്രധാന സ്പോൺസർമാരിൽ നിന്നും TV പരസ്യങ്ങളിൽ നിന്നും ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ, OTT സ്ട്രീമിംഗിൽ നിന്നും ഇതിന്റെ ഇരട്ടിയിലധികം വരുമാനം ചാനലുകളും നേടുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ കയറി പറ്റുക എന്നത് അത്ര നിസ്സാരമല്ല. സിനിമ, സീരിയൽ താരങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, മോഡലുകൾ, അത്ലറ്റുകൾ കൂടാതെ ചില സീസണുകളിൽ സാധാരണക്കാർക്കും അവസരം ലഭിക്കും. അടിച്ചുപിരിയാനും വഴക്കുണ്ടാക്കാനും ശേഷിയുള്ള വേറിട്ട വ്യക്തിത്വമുള്ളവരെയാണ് അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുക്കുന്നത്. ഇതിന്റെ വൻ വിജയത്തെ തുടർന്ന് പ്രാദേശിക ഭാഷകളിലേക്കും ഷോ അതിവേഗം പടർന്നു. 2013 കന്നഡയിലും ബംഗാളിയിലും ബിഗ് ബോസ് ആരംഭിച്ചു. 2017 തമിഴിൽ കമൽഹാസൻ അവതാരകനായി എത്തി വലിയ തരംഗം സൃഷ്ടിച്ചു. ഇതേസമയം തെലുങ്കിൽ NTR, പിന്നീട് നാനി, നാഗാർജുന എന്നിവരിലൂടെ ഷോ ജനപ്രിയമായി. 2018 മറാഠിയിൽ മഹേഷ് മഞ്ചേരിക്കറും അവതാരകനായി എത്തി. ഇന്ത്യയിലെ മറ്റു പല ഭാഷകളിലും തരംഗമായതോടെ 2018 ഏഷ്യാനെറ്റിലൂടെ ബിഗ് ബോസ് മലയാളത്തിലേക്കും എത്തി. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലാണ് ഇതിന്റെ അവതാരകനായി എത്തിയത്. ബിഗ് ബോസ് അവതാരകരുടെയും കണ്ടസ്റ്റൻസിന്റെയും പ്രതിഫലങ്ങളും പലപ്പോഴും ചർച്ചയാവാറുണ്ട്. ബിഗ് ബോസ് ഹിന്ദിയിൽ സൽമാൻ ഖാൻ ഒരു സീസണിൽ മാത്രം 200 കോടിയിലധികം രൂപ പ്രതിഫലമായി നേടുന്നു. മറ്റ് സൂപ്പർ സ്റ്റാറുകളെ നോക്കിയാൽ തമിഴിൽ കമൽഹാസൻ ഒരു സീസണിന് വാങ്ങുന്നത് 50 കോടിയും മലയാളത്തിൽ മോഹൻലാൽ ഒരു സീസണിന് 24 കോടിയുമാണ് പ്രതിഫലമായി ചാർജ് ചെയ്യുന്നത്. ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കും ആഴ്ചതോറും പ്രതിഫലം ലഭിക്കും. തുടക്കക്കാർക്ക് ആഴ്ചയിൽ 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയും പ്രശസ്തരായ താരങ്ങൾക്ക് ആഴ്ചയിൽ 5 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ പ്രതിഫലം ലഭിക്കാറുണ്ട്. വിജയിക്കുന്നവർക്ക് 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ് പ്രൈസും ട്രോഫിയും ലഭിക്കും. ഇതിനേക്കാൾ വലുതാണ് ഷോ നൽകുന്ന ഫെയിം. സിനിമകളിലേക്കും വെബ് സീരീസുകളിലേക്കും വലിയ അവസരങ്ങളും ഇവരെ തേടിയെത്തുന്നു. ശാരീരിക ആക്രമണങ്ങൾ, വംശീയ അധിക്ഷേപങ്ങൾ, വ്യാജ പ്രണയങ്ങൾ തുടങ്ങി ബിഗ് ബോസ് എപ്പോഴും വിവാദങ്ങളുടെ കേന്ദ്രം കൂടിയാണ്.
ബിഗ് ബോസ് തമിഴ് സീസൺ 1 പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു ഓവിയ വിഷയം. തമിഴ് ബിഗ് ബോസിന്റെ ആദ്യ സീസൺ മത്സരാർത്ഥിയായ ഓവിയയെ മറ്റു വീട്ടുകാർ ഒറ്റപ്പെടുത്തിയപ്പോൾ പ്രേക്ഷകർ ഒപ്പം നിന്ന് ഓവിയ ആർമി ഉണ്ടാക്കി. എന്നാൽ മറ്റൊരു മത്സരാർത്ഥിയായ ആരവുമായുള്ള പ്രണയ തകർച്ചയും കടുത്ത മാനസിക സമ്മർദ്ദവും കാരണം ഓവിയ വീടിനുള്ളിലെ നീന്തൽ കുളത്തിൽ ചാടി ജീവൻ ഒടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണം വലിയ വിവാദമായി. പോലീസും കോടതിയും ഇടപെട്ട ഈ സംഭവത്തെ തുടർന്ന് ഓവിയ ഷോയിൽ നിന്ന് സ്വയം ക്വിറ്റ് ചെയ്തു. ഹിന്ദിയിലെ സ്വാമി ഓം സംഭവം. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട പെരുമാറ്റമാണ് സ്വാമി ഓം കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻസി ടാസ്കിനിടെ സഹ മത്സരാർത്ഥിയായ ബാണി ജെ, രോഹൻ മെഹ്റ എന്നിവർക്ക് നേരെ സ്വന്തം മൂത്രം തെറിപ്പിച്ചതിനെ തുടർന്ന് സൽമാൻ ഖാനും ബിഗ് ബോസും അദ്ദേഹത്തെ റെഡ് കാർഡ് നൽകി വീട്ടിൽ നിന്നും പുറത്താക്കി. മലയാളം ബിഗ് ബോസിലും അതിശക്തമായ വാക്പോരുകളും കലഹങ്ങളും നടന്നു. സീസൺ 4 വൈൽഡ് കാർഡായി വന്ന റിയാസ് സലീം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രം തിരുത്തി. ബിഗ് ബോസ് ഹിന്ദി ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയവും വൻ TRP നേടിയതുമായ സീസണായിരുന്നു ബിഗ് ബോസ് 13. സിദ്ധാർത്ഥ് ശുക്ലയും ആസിം റിയാസും തമ്മിലുള്ള കടുത്ത പോരാട്ടവും ഷെഹനാസ് ഗില്ലുമായുള്ള കൂട്ടുകെട്ടും ആ സീസണിനെ എക്കാലത്തെയും മികച്ചതാക്കി. സാബുമോൻ ടൈറ്റിൽ വിന്നറായ ആദ്യ സീസൺ മുതൽ ഇങ്ങോട്ട് മലയാളികളുടെ വാരാന്ത്യ ടെലിവിഷൻ കാഴ്ചകളെ ബിഗ് ബോസ് മാറ്റിമറിച്ചു. സോഷ്യൽ മീഡിയയിൽ പണ്ടെങ്കും കാണാത്ത വിധം ഫാൻസ് ഗ്രൂപ്പുകളും ആർമികളും സജീവമായി. രജിത് കുമാർ, മണിക്കുട്ടൻ, ദിൽഷ പ്രസന്നൻ, അഖിൽ മാരാർ, ജിൻഡോ തുടങ്ങി ഓരോ സീസണിലും വലിയ ചർച്ചകളും ആവേശങ്ങളും സൃഷ്ടിച്ച മത്സരാർത്ഥികളെ നമ്മൾ കണ്ടു. ഒരു വശത്ത് വിമർശനങ്ങൾ ഉയരുമ്പോഴും TRP റെക്കോർഡുകൾ ഭേദിച്ച് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയതും വലിയതുമായ റിയാലിറ്റി ഷോയായി ബിഗ് ബോസ് മാറി. ഹ്യൂമൻ സൈക്കോളജിയെയും സോഷ്യൽ ഡ്രൈവിനെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ബിഗ് ബോസ് എന്ന ഷോയുടെ ഇന്നും വാടാത്ത ജനപ്രീതിക്ക് കാരണം. 24 മണിക്കൂറും തത്സമയം കാണാനുള്ള OTT സ്ട്രീമിംഗ് സൗകര്യങ്ങൾ കൂടി വന്നതോടെ ഈ ഷോ പ്രേക്ഷകരുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുകയാണ്. 1997 നെതർലൻഡ്സിൽ ഒരു ചെറിയ ആശയമായി തുടങ്ങി ഇന്ന് ലോകമെമ്പാടും ഇന്ത്യയിലെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ദിവസവും കാണുന്ന ബിഗ് ബോസിന്റെ യഥാർത്ഥ ചരിത്രം ഇതാണ്. ബിഗ് ബോസ് മലയാള സീസണുകളിൽ നിങ്ങളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ്സിൽ അറിയിക്കൂ. If you enjoy this video, make sure to hit the like button and subscribe for more videos.